യുദ്ധവിരാമ പ്രതീക്ഷ രക്ഷയായില്ല, നേട്ടം നിലനിർത്താതെ വിപണി. സ്വാഗതം പ്രോഫിറ്റ് 24 ഡെയിലി റൗണ്ടപ്പിലേക്ക്. ഇറാൻ US സമാധാന ചർച്ചകളുടെ ചുവട് പിടിച്ച് ഇന്ത്യൻ വിപണി വൻ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചെങ്കിലും തുടക്കത്തിലെ കുതിപ്പ് നിലനിർത്താനായില്ല. സെൻസെക്സ് ഏകദേശം 500 പോയിന്റിലധികം നേട്ടത്തിലും നിഫ്റ്റി 150 പോയിന്റിലധികം നേട്ടത്തിലുമാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. പിന്നീട് കുതിപ്പിന്റെ വേഗത കുറഞ്ഞ് ഉച്ചയോടെ വിപണി നഷ്ടത്തിലേക്ക് വീഴുകയായിരുന്നു. ഉച്ചയ്ക്ക് 12:40 ശേഷം സെൻസെക്സ് 294 പോയിന്റ് നഷ്ടത്തിൽ 77,812 എന്ന നിലയിലെത്തി. നിഫ്റ്റിയും 76 പോയിന്റോളം ഇടിഞ്ഞ് 24,154 എന്ന നിലയിലായി. വ്യാപാരം അവസാനിക്കുമ്പോൾ സെൻസെക്സ് 122 പോയിന്റ് ഇടിഞ്ഞ് 77,988.68 എന്ന നിലയിലും നിഫ്റ്റി 75 പോയിന്റ് നഷ്ടത്തിൽ 24,196.75 എന്ന നിലയിലുമാണ്. കഴിഞ്ഞ ദിവസം ഓഹരികൾ കുത്തനെ ഉയർന്നത് നേട്ടമാക്കാൻ നിക്ഷേപകർ ഓഹരികൾ കൂട്ടത്തോടെ വിറ്റതാണ് വിപണിക്ക് വിനയായത്. ഇന്നലെ 1.6% വിപണി നേട്ടമുണ്ടാക്കിയിരുന്നു. HDFC ബാങ്ക്, ONGC, HDFC ലൈഫ്, ടൈറ്റൻ കമ്പനി, അപ്പോളോ ഹോസ്പിറ്റൽസ് എന്നീ കമ്പനികളുടെ ഓഹരികളാണ് ഇന്ന് ഏറ്റവും നഷ്ടം നേരിട്ടത്. അതേസമയം ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ട്രെൻഡ്, അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ്, എറ്റേണൽ എന്നീ കമ്പനികളുടെ ഓഹരികൾ നേട്ടമുണ്ടാക്കി. IT, ക്യാപിറ്റൽ ഗുഡ്സ്, മെറ്റൽ സൂചികകൾ നേട്ടമുണ്ടാക്കിയപ്പോൾ ഓട്ടോ, ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ നഷ്ടം നേരിട്ടു. നിഫ്റ്റി മിഡ് ക്യാപ് സൂചിക 0.6%, സ്മോൾ ക്യാപ് സൂചിക 1% ഉയർന്നു. ഇതിനിടെ US ഡോളറിനെതിരെ 9 പൈസ നേട്ടത്തിൽ 93.28 എന്ന നിലയിൽ വ്യാപാരം ആരംഭിച്ച രൂപ 18 പൈസ നേട്ടത്തിൽ 93.19 എന്ന നിലയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില കൂടി. ഇന്ന് ഗ്രാമിന് 20 രൂപയാണ് കൂടിയത്. പവന് 160 രൂപ വർദ്ധിച്ചു. 1,14,080 രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വിലയാണിത്. ഇതിനിടെ US ഇറാൻ രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾക്കുള്ള സാധ്യത തേടി പാകിസ്ഥാൻ ആർമി ചീഫിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ടെഹ്റാനിലെത്തി. പാകിസ്ഥാനിൽ ഇറാനുമായി വീണ്ടും സമാധാന ചർച്ച നടന്നേക്കുമെന്ന് വൈറ്റ് ഹൌസ് വക്താവും പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. സമാധാന ചർച്ചകൾക്ക് ഇരു രാജ്യങ്ങളും സന്നദ്ധത പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഉപാധികളിലെ അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും തുടരുന്നുവെന്നാണ് ഇറാൻ നൽകുന്ന സൂചന.